കുറേ നാളിന് സമയത്തിന് ശേഷം എനിക്കൊരു മീൻ കിട്ടിയത് കേട്ടോ. എന്താ അടക്കി ശ്രീവനെ അമ്മമ്മയ്ക്ക് മീൻ കിട്ടിയടാ. താണ്ടേ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂടെ ഹായ് ഉറക്കപ്പറ. ഇപ്പം ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ല, ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടിരിക്കുക. അപ്പം ഞാൻ അതിനോട് സഹകരിക്കുന്നില്ല, അതിന് പ്ലാൻ ഇട്ടിട്ടിരിക്കുക. എന്തോ വെക്കേഷനായിട്ട് രണ്ടാമത്തെ ദിവസം. അപ്പം ഇന്നെന്താ പ്ലാന്? ചൂണ്ടയിടണം. അപ്പോൾ അതാണ് കാര്യം. ചൂണ്ടയിടാൻ പ്ലാൻ ഇട്ടിരിക്കുക. അപ്പം ഇച്ചിരി തോട്ടിലേക്ക് ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് ഞാൻ സമ്മതിച്ചില്ല. അപ്പം ദേവൻ രാവിലെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് ആദർശിൻ്റെ വീട്ടിൽ പോയി. അവന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അല്ലേ. അപ്പോൾ അവിടെ ആദർശിൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട്, ആശക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ന് നമുക്കുള്ള വിശേഷം ഞാനൊന്ന് കാണിക്കാം. കുറച്ച് വെള്ളമേ കയറിയിട്ടുള്ളൂ, നമ്മുടെ അകത്തൊന്നും വെള്ളം കയറത്തില്ല. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. അത് പിന്നെ ചെറിയൊരു ഐറ്റം. അതിനിപ്പോൾ ഒരു ദിവസങ്ങളോളം കഴിയുമ്പം ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറാതാകും. അപ്പം തീർത്ത് ഉണങ്ങും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് കണ്ടോ, അങ്ങ് അറ്റത്ത് കുറച്ച് ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ താഴ്ന്ന് കിടക്കുന്ന സ്ഥലത്തു നിന്ന് വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് ഉണങ്ങും, വെള്ളം ഇറങ്ങി കഴിയും. അപ്പോൾ അതാണ് കാര്യം. അപ്പം പിന്നെന്ന് വെച്ചാൽ നമുക്ക് പുറകുവശത്തൊന്നും അധികം വെള്ളം കയറിയിട്ടില്ല. അതാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് മീൻ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ചേട്ടൻ കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചാളയുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. ഇതൊരു നല്ലൊരു ജോലിയാണ്. അപ്പം ശ്രീകുട്ടൻ്റെ കൂടെ ചൂണ്ടയിടാനും പോകണം. അപ്പോൾ ശ്രീകുട്ടൻ നമ്മുടെ കരിമീൻ പിടിക്കാനുള്ള തീറ്റ എടുക്കാൻ പോവുക കേട്ടോ. നമ്മുടെ ആട്ടാമാവാണ് ചേർക്കുന്നത്. മതി ഇത്രയും തീറ്റ മതി. ഇനിയിപ്പം ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി, കുറച്ച്. മതി. ഉള്ള മഞ്ഞപ്പൊടിയെല്ലാം കൂടെ വട്ടട്ടിട്ട് കളയും. ഇങ്ങനെ എനിക്ക് ഒരു ശ്രീകുട്ടൻ ചൂണ്ടയിടിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പം സ്ഥിരം അല്ല മഞ്ഞപ്പൊടി കളർ അത് കളർ വെള്ളം ഒഴിച്ചിട്ടുമ്പോഴല്ല കളർ വരുത്തുള്ളൂ. മതി. ഞാൻ അതിനായിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മാറ്റി വെച്ചിരിക്കും. ഇവൻ മഞ്ഞപ്പൊടി തരത്തില്ല, എടുത്ത് ഒളിച്ച് വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മാറ്റി വെച്ചതാണ്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം തീർത്ത് കളയും. ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയല്ല ശ്രീകുട്ടൻ ഇടുന്നത്, ഭയങ്കര കളറിൽ. കുറച്ചുള്ളൂ, അടക്കൊഴുകി. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് നാശമാക്കും. മഞ്ഞപ്പൊടി മാറ്റി വെക്ക്. അപ്പോൾ ഇനി സ്റ്റൗ കത്തിച്ച് കണ്ട നമ്മുടെ ദോശക്കല്ല് അങ്ങോട്ട് വെക്കുക. ഞാൻ ചുട്ടുതരേ. ശ്രീകുട്ടന് കുഴപ്പമില്ല. ശ്രീകുട്ടന് കരിമീൻ പിടിക്കാനുള്ള തീറ്റയാണിത്. നമ്മുടെ അട ചുട്ട് ആണ് കൊടുക്കുന്നത്. ഇതൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ആട്ട വെച്ച് അടയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കരിമീനിനെ പിടിക്കാൻ പോവുക. അപ്പം അവിടെ കപ്പ വേവിച്ചത് 2 തീറ്റയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പം ഞങ്ങൾ 2 തീറ്റയാണ് കൊണ്ടുപോകുന്നത്. ഞാനും ശ്രീകുട്ടനോടെ പോവാണ്. കുറേ ദിവസമായി നമ്മുടെ തോട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്കിന്ന് തോട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം. അപ്പോൾ ഈ കപ്പ നമുക്ക് തീറ്റ കൊടുക്കാം അല്ലേ. അപ്പോൾ ശരി, നമുക്ക് പോകാം. ഞാനും ശ്രീകുട്ടനും കൂടെ ചൂണ്ടയിടാൻ വന്നതാണ്. ചൂണ്ടയിടാൻ തീറ്റയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ തീറ്റയൊക്കെ.
അപ്പം നമ്മൾ കുറേ ദിവസമായി നമ്മൾ ചൂണ്ട ഇടുന്ന വീഡിയോ ആയാലും മീൻ പിടിക്കുന്ന വീഡിയോ ആയാലും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ കുളം തന്നെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് നമ്മുടെ കുളത്തിൽ ചൂണ്ടയിടാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ശ്രീകുട്ടൻ അവിടെ തീറ്റയൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ചൂണ്ട ഒരെണ്ണവേ ഉള്ളൂ, വേറെ ചൂണ്ട ഇരിപ്പുണ്ട്. ചൂണ്ട നൂലില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഒരെണ്ണം ഉള്ളത് കൊണ്ടൊന്ന് ചൂണ്ടയിടാമെന്ന്. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് വെള്ളം കയറിയുണ്ടോ, ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് വേലിയേറ്റമായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ മീൻ പിടുത്തം ഒന്നുമില്ലായിരുന്നു. അത് കാരണം ഇപ്പോൾ നമ്മൾ കായൽ മീനൊന്നും കൂട്ടുന്നതേ ഇല്ല. കടമീനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് 1-2 ദിവസമൊക്കെ നമുക്ക് കായൽ മീൻ കിട്ടിയായിരുന്നു. ഞണ്ട് കൊടുക്കാൻ പോയ സമയത്ത് ചേട്ടൻ മേടിച്ചത്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകാം. ആദ്യത്തെ ചൂണ്ട ശ്രീകുട്ടനെ എറിഞ്ഞ് മീൻ കൊത്തുണ്ടല്ലേ? ആണോ? മീൻ കൊത്തുന്നുണ്ട്, പക്ഷേ അടുത്ത് വരുന്നില്ല. മീൻ കൊത്തി തീറ്റ എടുക്കുന്നില്ല അല്ലേ? കരിമീൻ നിൽപ്പുണ്ടോ? ഈ ഒരു വെള്ളത്തിനൊരു പച്ച കളറായതുകൊണ്ട് ഏറ്റവും ഉണ്ടില്ലേ മോനെ? ഏറ്റം കയറുവന്നോ മോനെ? ഇപ്പോൾ അതോ ഇറക്കുവന്നോ? ഇപ്പോൾ ഇറക്കണോ? കൊത്തുന്നുണ്ടോ? കുറേ സമയം നമ്മളിങ്ങനെ നിൽക്കണം, എങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ അല്ലേ? അത് സാരമില്ല. ബാലൻസ് ഈ ചൂണ്ട ഇവിടെ നൂല് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ പഴയ നൂലില്ലേ? അവരെ കയ്യിലുണ്ടോ നൂല്? അതെന്താ മോനെ പള്ളത്തിയാണോ മോനെ കൊത്തുന്നത്? കരിമീൻ. കരിമീൻ വന്ന് കൊത്തുന്നുണ്ട്. അപ്പം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കരിമീൻ ചെന്ന് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞില്ല. കരിമീനൊക്കെ വന്നിരിക്കുന്നുണ്ട്, വലിയ കരിമീനൊക്കെ. വലിയ കരിമീനില്ലേ? പോയി. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലം മാറി ഇപ്പം അടുത്ത സ്പോട്ടിലേക്ക് പോയിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നിന്നെടുത്ത് നമുക്ക് ചൂണ്ടയ്ക്ക് തീറ്റ കൊത്തിയെടുക്കുന്നുണ്ട്, പക്ഷേ മീൻ പിടിക്കുന്നില്ലായിരുന്നു. തീറ്റ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ മീൻ എടുക്കുന്നില്ല. പക്ഷേ ശ്രീകുട്ടൻ നിന്ന് ശൂള അടിക്കുക. ശൂള അടിച്ചിട്ടൊന്നും മീൻ എടുത്ത് വരുന്നില്ല. വെള്ളം കോരി ഒഴുകി വരുന്നു. ബക്കറ്റിന് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ബക്കറ്റ് എടുക്കട്ടെ മാമ. എടുത്ത് ചൂണ്ടയിട്. മിഴുങ്ങിയോ ഇവനെ? അയ്യോ, തിരിച്ചൂര്. കമ്പ് തുടിച്ചു ശ്രീകുട്ടൻ. എന്താ ഞാൻ വെച്ച് മീൻ വന്ന് നിൽക്കുന്നുണ്ട്. വെള്ളം മുട്ട. ഇതുണ്ട്. എന്തായാലും നമ്മൾ കുറേ നേരത്തിന് പരിശ്രമത്തിനിടയിൽ ഒരെണ്ണം കിട്ടി. അതെ, ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ കൂടുവാണോ? അപ്പം ചൂണ്ട ഇച്ചിരി നേരം മെനക്കിട്ടെങ്കിലും ഒരു ചെറിയൊരു വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിലാണ്, കരിമീനത് കേട്ടോ.
കരിമീനാ മോനെ. ഞാൻ കുറച്ച് നേരം ഇടട്ടെ ചൂണ്ട. കുറേ നാളിന് സമയത്തിന് ശേഷം എനിക്കൊരു മീൻ കിട്ടിയത് കേട്ടോ. കേട്ടോ ഉടക്കി. ശ്രീമോനെ അമ്മമ്മയ്ക്ക് മീൻ കിട്ടിയടാ. താണ്ടേ കുറേ സമയത്തിന് ശേഷം എന്തായാലും ഭാഗ്യം കേട്ടോ. ഞാൻ എടുക്കുന്ന ഈ എന്നാന്ന് എടുത്താൽ മോനെ. അപ്പോൾ എനിക്കിത് ചൂണ്ടയിൽ നിന്ന് എടുക്കാനുള്ള വശമില്ല. അപ്പോൾ ശ്രീമോൻ എടുക്കട്ടെ. ഓക്കെ, ശ്രീമോനാകുമ്പം ഭയങ്കര വശം കേട്ടോ. ഇതെന്താ ശ്രീമോനെ ഒരെണ്ണം കിട്ടി, എനിക്കൊരെണ്ണം. ഒരു ചൂണ്ട കൂടെ ഉണ്ടായി നമുക്ക് രണ്ടു കൂടെ ഇടായിരുന്നില്ലേ? ചൂണ്ടയുണ്ട്, നൂലില്ല. ആണോ? കുറേ ചൂണ്ട മേടിച്ചതാ. ഞാൻ എത്ര നേരം കൊണ്ട് നിൽക്കാമെന്ന് അറിയുമോ? ഇത് ഞാൻ ചൂണ്ട വീണ്ടും ശ്രീമോന് കൈമാറിയിരിക്കുക കേട്ടോ. മോന് സമാധാനമല്ല, ശ്രീമോൻ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പോയി നിൽക്കുക കേട്ടോ. എവിടെ നിന്നെങ്കിലും ശ്രീമോന് മീൻ പിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എവിടെ നിന്നാലും അവനത് പിടിക്കുകയും ചെയ്യും. എന്താ P5? അതെന്താ? ട്രെയിൻ പോയപ്പോ എന്താ എനിക്കറിയത്തില്ലല്ലോ അവനെ. നമുക്ക് മാമനോട് ചോദിക്കാം. അത് വല്ല ഇതായിരിക്കും. എന്താ പ്ലാറ്റ്ഫോം നമ്പർ വല്ലതും ആണോ? ട്രെയിനകത്ത് എഴുതിയിട്ടേക്കുന്നോ? അതറിയത്തില്ല മോനെ എന്താന്ന്. അത് നമുക്ക് മാമനോട് ചോദിക്കാം. കുറേ നാളായി നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ടില്ലേ? ഒത്തിരി ആളില്ലേ? എപ്പോഴും 3-4 മാസമായില്ലയോ? അടുത്തതും കിട്ടി. ശനിയും ഞായറും ഒന്നും ഇട്ടത്തില്ല. അടുത്ത ചൂണ്ട ഇടി. തീറ്റ ഉണ്ടോ? തീറ്റ ഉണ്ടേ. തീറ്റ ഉണ്ടോ? കുറേ നേരം കൊണ്ട് നമ്മൾ വീണ്ടും നിൽക്കുന്നു. കുറേ നേരം കൊണ്ട് നമുക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയതില്ലേ? നല്ലതുപോലെ നൊന്ത് കേട്ടോ. ഒരു മീൻ ചാഞ്ഞ് അല്ലേ? തീറ്റ പോക്കറ്റിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ ഡ്രസ്സ് കഴുകാൻ നേരത്ത് ഇവന്മാരുടെ അല്ല, ശ്രീകുട്ടൻ്റെ നിക്കറിൻ്റെ പോക്കറ്റ് തപ്പുമ്പോൾ അതിനകത്ത് നിറയെ തീറ്റയാണ്. എല്ലാം കിട്ടുന്ന മോനെ? കൊത്തിയോ? പിന്നെ സമയം ഒരുപാടായി, നമുക്ക് നിർത്താന്നാ? കുറേ സമയമായില്ലയോ? കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്നാൽ ഒന്നുകൂടെ കുറച്ചുകൂടെ നേരം നോക്ക്. കൊത്തുന്ന മോനെ? ചൂണ്ട വലിക്കുന്നല്ലോടാ? ചൂണ്ട വലിക്ക. അപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച മീനൊക്കെ ഇവിടെ ചാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയമായില്ലേ ഇപ്പോൾ? ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് നിൽക്കുന്നു ഇവിടെ കേട്ടോ. നമുക്ക് നിർത്താന്നാ? രണ്ടെണ്ണം താഴെ വീണു കിടന്ന് കേട്ടോ. 3 അപ്പോൾ ചൂണ്ട ഇട്ട മീനല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ചൂണ്ട കുരുങ്ങി. അതുകൊണ്ടാണ് വലിച്ചങ്ങെടുത്തു. ചാവും. കുറേ സമയം കഴിയുമ്പോൾ ചാവും.
ചൂണ്ടയിട്ട് മീൻ തന്നെയല്ല നമ്മൾ കരയ്ക്ക് ഇങ്ങനെ ഇരിക്കുമല്ലയോ, അതുകൊണ്ടാണ് തോനെ നേരം നിൽക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ടാങ്കിനകത്ത് കൊണ്ടിടണമായിരുന്നു. ടാങ്കിനകത്ത് വേറെ ഇല്ല വലിയ മീനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കിടന്നാൽ അത് മാത്രമല്ല, നമ്മൾ ടാങ്കിനകത്ത് ഇട്ടിരുന്നാലും ഇത്ര സമയം കഴിയുമ്പോൾ ചൂണ്ടയിട്ട് പിടിച്ച മീനല്ലേ, അപ്പം നോവ് പറ്റിയതുകൊണ്ട് തോനെ ദിവസം കിടക്കത്തില്ല. പക്ഷെ ടാങ്കിൽ കിടപ്പുണ്ടായിരുന്നു ചെറിയ മീനൊക്കെ. തീറ്റ അവിടെ ഇല്ലയോ? ആണോ? കൊത്ത് നിന്ന വീണ്ടും മീൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് മോനെ. കുറച്ച് സമയം എടുക്കും. നമ്മളങ്ങനെ കുറേ കിട്ടി. ചെറുതാന്നല്ലേ. അപ്പം നമുക്ക് പിടി നിർത്താം നമുക്ക്. അല്ലെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് എടുക്കാം. കണ്ടോ ഈ ചെറുതാ, അത് കൊത്ത് നൂലിട്. ഇപ്പോൾ സമയം ഒരുപാടായി. ഇപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നിർത്താൻ പോവാം ഞങ്ങൾ. ശ്രീമോനും വിശപ്പായി. ശ്രീമോൻ ഇടയ്ക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, ചിപ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ദൂരെ പോവേ. ഇട് ഇട്. അപ്പം നമുക്ക് പാത്രത്തിലിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ, ഇത്രയും കരിമീനാണ് ശ്രീമോൻ പിടിച്ചത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു മീനുണ്ട്. ഞാനും ഇതിനിടയ്ക്ക് ഒരു മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് ശ്രീമോനെ. ആ മീൻ വലിയ മീനൊന്ന് കാണിച്ച മോനെ. അപ്പോൾ ഇതാണ്ടോ കണ്ടോ, ഒരു മീന് അംഗവൈകല്യമുള്ള ഒരു മീനാണ് കണ്ടോ. ഇവിടെ എന്തോ പറ്റിയതാ, ചെറുതിലേ എന്തോ സംഭവിച്ചതാ അത്. മറ്റേ വലിയ മീനൊന്ന് കാണിച്ചേ. ഇതുണ്ട് ഏകദേശം ഒരു വലിയൊരു മീനാണ് അത്. ഒരു കൈപ്പത്തി. അതൊന്ന് തൂക്കി നോക്കി മോനെ, ആ മീൻ എത്ര ഉണ്ടെന്നുള്ളത്. മീൻ 100 ഗ്രാമോ? 200 ഇല്ല, 150 ഗ്രാം. അപ്പോൾ എത്രയെങ്കിലും ആവട്ടെ, നമുക്ക് തൂക്കിയിടും. ഇതെല്ലാം ശ്രീകുട്ടൻ പറയുന്നത്, ശ്രീകുട്ടൻ ഒന്ന് തൂക്കിയെടുക്കണമെന്ന്. അത് തെറിച്ച് പോവും ജീവനോടെ അലി വെച്ച. ഉണ്ടോ ഒരെണ്ണം ശരിക്കും ചത്തിട്ടുണ്ട്. കുറേ സമയമായി അരിയോ. വെക്ക്. കറക്റ്റ് 1/2 കിലോ മീനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. അവസാനിപ്പിച്ചാലോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.